നമസ്കാരം പ്രിയപ്പെട്ടവർ. LSS പരീക്ഷ ഈ വർഷം മുതൽ CM കിഡ്സ് സ്കോളർഷിപ്പ് LP എന്ന പേരിൽ മാറ്റപ്പെട്ട വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഈ സ്കോളർഷിപ്പ് പരീക്ഷയുടെ പേരിൽ മാത്രമല്ല ഘടനയിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ടീം അധ്യാപക കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം അധ്യാപകർ ജാലകം എന്ന പേരിൽ CM കിഡ്സ് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് സഹായകരമായ മെറ്റീരിയൽസ് തയ്യാറാക്കുന്നുണ്ട്. ഇത് അധ്യാപകർക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ്. രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഒരു ജാലകം പ്രോഗ്രാം വഴി ഞങ്ങൾ പങ്കിടാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ യൂണിറ്റുകളെയും സമഗ്രമായി കണ്ടുകൊണ്ട് അവയിൽ നിന്നും CM സ്കോളർഷിപ്പിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ അവതരിപ്പിക്കുക, ഒറ്റ PDF ആയിട്ട് നിങ്ങളിൽ എത്തിക്കുകയാണ് ഒന്നാമത്തെ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന മറ്റൊന്ന് കുഞ്ഞുങ്ങൾക്ക് ഈ ഓരോ പാഠഭാഗങ്ങളിലൂടെ സൂക്ഷ്മമായി കടന്നു പോകാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ നമ്മളുടെ ബ്ലോഗ് വഴി ചില പ്രശ്നങ്ങൾ CM കിഡ്സ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്രശ്നങ്ങൾ അവതരിപ്പിക്കും. അവയുടെ ഉത്തരസൂചിക അതോടൊപ്പം ഉണ്ടായിരിക്കുന്നതല്ല, തൊട്ടടുത്ത ദിവസം ഉത്തരസൂചിക നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇവിടെ കുട്ടിക്ക് സ്വയം പഠിക്കാനുള്ള ഒരു അവസരമാണ് ഞങ്ങൾ സൃഷ്ടിക്കുന്നത്. ചുരുക്കത്തിൽ ഞങ്ങൾ തയ്യാറാക്കുന്ന ഈ ഒരു മെറ്റീരിയൽസ് രണ്ട് വിഭാഗം ആളുകളെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഒന്ന് CM സ്കോളർഷിപ്പ് പഠിക്കുന്ന കുട്ടികൾ, ഒപ്പം തന്നെ ഇതിന് സ്കൂളുകളിൽ പരിശീലനം നൽകുന്ന അധ്യാപകർ. ഈ രണ്ട് കൂട്ടർക്കും ഇത് വളരെ പ്രയോജനപ്രദമായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഒരു പ്രധാന കാര്യം സൂചിപ്പിക്കട്ടെ, ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്ന ചോദ്യങ്ങൾ മാത്രമായിരിക്കും സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വരിക എന്ന് ദയവായിട്ട് തെറ്റിദ്ധരിക്കരുത്. പകരം ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാലും അവയെ നേരിടാൻ കുട്ടിയെ പ്രാപ്തരാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ പഠന മെറ്റീരിയൽസ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് എല്ലാ അധ്യാപക സുഹൃത്തുക്കളുടെയും അതുപോലെ രക്ഷകർത്താക്കളുടെയും പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ചോദ്യ രീതിയിൽ വല്ലാണ്ട് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത് ഒരുപക്ഷെ ജനറൽ നോളജുമായിട്ട് ബന്ധപ്പെട്ടാണ്. മുമ്പുള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഏതാണ്ട് 40% ചോദ്യങ്ങളും ആനുകാലികവുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തുടർന്നുള്ള 60% ചോദ്യം അവ 3 മേഖലകളിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓരോ വർഷവും ഈ 3 മേഖലകളിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാത് വർഷം SCERT നിജപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന മേഖലകളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. കേരളം, അടിസ്ഥാന വസ്തുതകൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, പക്ഷികൾ എന്നീ മേഖലകളാണ് ഈ വർഷം GKയിൽ ഉണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. CM കിഡ്സ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ സിലബസായി വരുന്നത് 4ാം ക്ലാസ്സിലെ മാത്രം പാഠഭാഗങ്ങളിൽ നിന്ന് ആയിരിക്കണമെന്നില്ല. 1 മുതൽ 4 വരെ നിങ്ങൾ കടന്നുപോയ മേഖലകളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. എല്ലാ അധ്യാപകരും അതുപോലെ ഈ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളും SCERT പുറപ്പെടുവിച്ചിട്ടുള്ള വിജ്ഞാപനം വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. SCERT പുറപ്പെടുവിച്ചിട്ടുള്ള സ്കീം ഓഫ് വർക്ക് പ്രകാരം ജനുവരി 31 വരെ പഠിച്ചു തീരേണ്ട, പൂർണ്ണമായിട്ടും പഠിച്ചു തീർക്കേണ്ട പാഠഭാഗങ്ങളിൽ 4ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ വരെ ആണ് CM കിഡ്സ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ വരുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്. 4ാം ക്ലാസ് ഹാൻഡ് ബുക്കിൽ അധ്യാപക സഹായിയിൽ പ്രതിപാദിച്ചിട്ടുള്ള പഠന ലക്ഷ്യങ്ങൾ, നേട്ടങ്ങൾ, ആശയങ്ങൾ, ധാരണകൾ, മൂല്യങ്ങൾ, മനോഭാവങ്ങൾ ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും CM കിഡ്സ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ വരുന്നത്. തീർച്ചയായിട്ടും ഇത് മിടുക്കരെ കണ്ടെത്തുന്നതിനുള്ള ഒരു പരീക്ഷയാണ്. തീർച്ചയായിട്ടും ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക എന്ന് പ്പെട്ട അധ്യാപകർക്കും കുഞ്ഞുങ്ങൾക്കും ധാരണ ഉണ്ടായിരിക്കണം. വിവരണാത്മക ചോദ്യങ്ങളിൽ ഒറ്റവാക്കിൽ ഉത്തരവെഴുതാനുള്ളവയും വിശദമായി ഉത്തരവെഴുതാനുള്ളവയും ഉണ്ടായിരിക്കും. ഉയർന്ന ചിന്താശേഷി ആവശ്യപ്പെടുന്ന ചോദ്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആശയ സ്വാംശീകരണം,
അറിവുകളെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ വിശകലനാത്മക ചിന്ത, വിമർശനാത്മക ചിന്ത, സർഗാത്മക ചിന്ത, ഗണന ചിന്തയും മാനസിക ശേഷിയും, മൂല്യ മനോഭാവങ്ങൾ എന്നിവ പരിഗണിച്ചുള്ള ഉയർന്ന ശേഷിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. പരിസര പഠനം, പൊതുവിജ്ഞാനം വിഭാഗങ്ങളിൽ കല, ആരോഗ്യ, കായിക, പ്രവൃത്തി പഠനം, കളിപ്പെട്ടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ പരിഗണിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്, പ്രത്യേകിച്ച് ഇതിൻ്റെ പരിശീലകരായിട്ടുള്ള അധ്യാപകർ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഹാൻഡ് ബുക്കിലും മറ്റും പ്രതിപാദിച്ചിട്ടുള്ള അനുബന്ധ വായനാ സാമഗ്രികൾ അല്ലെങ്കിൽ തുടർ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്യിച്ചു പോകേണ്ടതുണ്ട്. കാരണം ആ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്കോളർഷിപ്പ് പരീക്ഷയുടെ ഭാഗമായി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 2 മണിക്കൂർ വീതം ദൈർഘ്യമുള്ള 2 സെഷനുകളായിട്ടാണ് പരീക്ഷ വരുന്നത്. ഇതിൻ്റെ എല്ലാം കൃത്യമായ ഒരു ഘടന അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാതൃകാ ചോദ്യപേപ്പർ ഉൾപ്പെടെ ഈ വർഷത്തെ നമ്മളുടെ ആ ഒരു വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ടീം അധ്യാപക കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം അധ്യാപകർ ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഈ ഒരു അവധിക്കാലം മുതൽ തന്നെ മെറ്റീരിയൽസ് തയ്യാറാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ അവ നിങ്ങളിൽ എത്തിക്കുന്നതാണ്. നല്ല രീതിയിൽ ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്ത് മികച്ച വിജയം കൈവരിക്കുക എന്നതിനുള്ള ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ടതില്ല എങ്കിലും നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, മുൻ വർഷങ്ങളിലേതുപോലെ മിനിമം മാർക്ക് സ്കോർ ചെയ്യലല്ല ഇത്തവണ പരീക്ഷയ്ക്ക് സ്കോളർഷിപ്പ് നേടുന്നതിൽ മാനദണ്ഡം. കഴിഞ്ഞ വർഷം വരെ അല്ലെങ്കിൽ നമ്മൾ LSS USS പരീക്ഷയ്ക്കൊക്കെ 60% മാർക്കായിരുന്നു സ്കോളർഷിപ്പിന് മാനദണ്ഡമെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. ഓരോ വർഷവും പരീക്ഷയ്ക്ക് ശേഷം ഒരു കട്ട് ഓഫ് മാർക്ക് നിജപ്പെടുത്തി നൽകുന്നതായിരിക്കും. സബ് ജില്ലാ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ കട്ട് ഓഫ് മാർക്കുകളുടെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുക എന്നാണ് അവസാനം അറിഞ്ഞ വിവരം. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും മികച്ച വിജയം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു, ഞങ്ങൾ നൽകുന്ന പ്രവർത്തനങ്ങൾ അവയിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ വരൂ എന്ന് ദയവായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഈ ഒരു പരീക്ഷയെ നേരിടാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. CM സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുത്തു, അത് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് മറ്റു കാര്യം. പക്ഷേ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ശ്രമം, ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി അത്തരം നല്ല ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ അക്കാദമിക നിലവാരത്തിൽ മുതൽക്കൂട്ടാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അത്തരത്തിൽ ഒരു പ്രയോജനകരമായ ഒരു ചില അനുഭവങ്ങൾ സമ്മാനിക്കുന്നതാകട്ടെ ഈ ഒരു സ്കോളർഷിപ്പ് പരീക്ഷ. അതിന് ഞങ്ങളാൽ കഴിയുന്ന കൈത്താങ്ങ് നിങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.